വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പൊ മിസ്സിന്റെ 5ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ നിങ്ങൾക്ക് EVS പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കീപ്പിംഗ് ഡിസീസസ് അറ്റ് ബേ, രോഗങ്ങളെ അകറ്റി നിർത്താം എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ഭാഗം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതാ മിസ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. നിങ്ങൾ റെഡി അല്ലേ മക്കളെ? യെസ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് രോഗങ്ങൾ ഉണ്ടല്ലേ. നമുക്കിന് ഒരുപാട് രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. പനി, ചുമ, ജലദോഷം, ഛർദി, അങ്ങനെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണമായ ഒരുപാട് സൂക്ഷ്മജീവികൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ബാക്ടീരിയ, വൈറസ് പോലുള്ള ഒരുപാട് സൂക്ഷ്മജീവികൾ കാരണമാണ് നമുക്ക് ഇങ്ങനെയുള്ള കുറെ അസുഖങ്ങൾ വരുന്നത് അല്ലെ. അപ്പൊ ചില അസുഖങ്ങളാണെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു വരുന്ന കുറെ അസുഖങ്ങളുണ്ട്. അങ്ങനെയുള്ള അസുഖങ്ങളെ നമ്മൾ കോണ്ടാജിയസ് ഡിസീസസ് എന്നും അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കഴിഞ്ഞ ഒരു കുഞ്ഞു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. കോണ്ടാജിയസ് ഡിസീസസ് എന്താണ്, പകർച്ചവ്യാധികൾ എന്താണ്, കുറെ സൂക്ഷ്മജീവികൾ കാരണം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന കുറെ അസുഖങ്ങളെയാണ് നമ്മൾ കോണ്ടാജിയസ് ഡിസീസസ് അഥവാ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ എങ്ങനെയൊക്കെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുന്നത്? ഏതൊക്കെ വഴികളിലൂടെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗങ്ങൾ പകരുന്നത്? ത്രൂ വാട്ടർ, വെള്ളത്തിലൂടെ പകരാം. അല്ലെങ്കിൽ ത്രൂ ഫുഡ്, ഭക്ഷണത്തിലൂടെ പകരാം. അല്ലെങ്കിൽ ത്രൂ എയർ, വായുവിലൂടെ പകരാം. അല്ലെങ്കിൽ ത്രൂ ക്രീച്ചേഴ്സ്, ജീവികൾ വഴി പകരാം. ഇങ്ങനെയൊക്കെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗങ്ങൾ പകരുന്നത്. മനസ്സിലായോ? ഇനി ഏതൊക്കെ രോഗങ്ങളാണ് ഏതൊക്കെ വഴികളിലൂടെ പകരുന്നതെന്ന് നിങ്ങൾക്കറിയോ? അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഫുഡിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വായുവിലൂടെ, എയറിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അങ്ങനെ നിങ്ങൾക്കറിയോ? യെസ്, അതാണ് നമ്മളിതാ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോണത്. ഓരോ അസുഖങ്ങളും പകരുന്ന വഴികളാണ് നമ്മൾ പഠിക്കാൻ പോണത്. റെഡി അല്ലേ നിങ്ങള്? എങ്കിൽ ഇതാ ആദ്യത്തെ നോക്കിക്കേ. ത്രൂ എയർ അഥവാ വായുവിലൂടെ പകരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് നോക്കിക്കേ. ഒന്നാമത്തെ കോമൺ കോൾഡ്, ജലദോഷം അല്ലെ. ജലദോഷം എങ്ങനെയാണ്? വായുവിലൂടെയാണ് പകരുന്നത്. മനസ്സിലായി? അപ്പൊ നിങ്ങൾ തുമ്മുന്ന സമയത്ത് അല്ലെങ്കിൽ തുമ്മിക്കഴിഞ്ഞാല് ആ കീടാണുക്കൾ നേരെ വായുവിലേക്ക് വരുന്നു. വായുവിൽ നിന്ന് നേരെ നമ്മുടെ അടുത്തിരിക്കുന്ന തൊട്ടടുത്ത ആളിലേക്ക് അത് പകരാണ് ചെയ്യുന്നത്. അപ്പൊ എയറിലൂടെ പകരുന്ന ഒരു അസുഖമാണ് നമ്മുടെ കോമൺ കോൾഡ് എന്ന് പറയുന്നത്. ദെൻ ചിക്കൻ പോക്സ് ഇതായി ചിത്രത്തിൽ കാണിച്ച പോലെ മേലിൽ ഇങ്ങനെ കുറെ കുരുകളൊക്കെ വന്ന് നമുക്ക് ഭയങ്കര ചൊറിച്ചിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അത് പകരുന്നത് ഏതിലൂടെയാണ്? എയറിലൂടെ, വായുവിലൂടെയാണ് പകരുന്നത്. അടുത്തതാണ് മീസിൽസ് എന്ന് പറയുന്ന ഒരു രോഗം അല്ലെ. ഇതുപോലെ ചൊരിഞ്ഞു പൊന്തുന്ന ഒരു തരം രോഗമാണ് മീസിൽസ് എന്ന് പറയുന്നത്. അടുത്താണ് ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം. അതും എങ്ങനെയാണ് പകരുന്നത്? നമ്മൾ ചുമച്ചിട്ടും തുമ്മിയിട്ടും ഒക്കെ നമ്മുടെ കീടാണുക്കളെ മറ്റൊരാളിലേക്ക് വായുവിലൂടെയാണ് ഇത് എത്തിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് എയറിലൂടെ പകരുന്ന രോഗങ്ങൾ? കോമൺ കോൾഡ്, ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ട്യൂബർകുലോസിസ് അഥവാ ക്ഷയം. ഇതെല്ലാം വായുവിലൂടെ, എയറിലൂടെ പകരുന്ന രോഗങ്ങളാണ്. കിട്ടിയോ? ഇനി നെക്സ്റ്റ് വൺ ആണ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ, വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? എങ്ങനെയായിരിക്കും? ഈ രോഗമുള്ള ആളുടെ ഫുഡ് നമ്മൾ കഴിക്കുക, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുക, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച വെള്ളം നമ്മൾ വീണ്ടും ഉപയോഗിക്കുമ്പോൾ, അങ്ങനെ വെള്ളത്തിലൂടെയോ ആഹാരത്തിലൂടെയോ പകരുന്ന അസുഖങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് നോക്കിക്കേ. ഒന്നാമത്തെയാണ് റാറ്റ് ഫീവർ, എലിപ്പനി ഇങ്ങനെ വെള്ളത്തിലൂടെയും ഫുഡിലൂടെയൊക്കെ പകരുന്ന ഒരു അസുഖമാണ്. ദെൻ ടൈഫോയിഡ്, നെക്സ്റ്റ് വൺ കോളറ, ആൻഡ് നെക്സ്റ്റ് വൺ ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തല്ലേ. നമ്മുടെ ശരീരവും കണ്ണും എല്ലാം എന്ന മഞ്ഞ കളറായിട്ട് വരുന്ന അസുഖമാണ് നമ്മുടെ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ് എന്ന് പറയുന്നത്. ഇതെല്ലാം എങ്ങനെയാണ്? ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയോ നമ്മളിലേക്ക് മറ്റൊരാളിൽ നിന്ന് എത്തുന്ന രോഗങ്ങളാണ് ഈ പറഞ്ഞ റാറ്റ് ഫീവറും ടൈഫോയിഡും കോളറയും ജോണ്ടിസും ഒക്കെ. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഫുഡിലൂടെയും വാട്ടറിലൂടെയും ഒക്കെ പകരുന്ന രോഗങ്ങൾ ഏതാണെന്ന് മനസ്സിലായോ? എങ്കിൽ നെക്സ്റ്റ് വൺ ആണ് ത്രൂ ഹൗസ് ഫ്ലൈ, ഈച്ച മുഖേന. ഈച്ച നമ്മൾ കാണുന്ന ചെറിയ ആളാണെങ്കിലും ഈ വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാക്കാനായി ഈച്ച മതി. എങ്ങനെയാണ്? ഈ രോഗമുള്ള ആളുടെ അടുത്ത് അല്ലെങ്കിൽ അയാളുടെ വേസ്റ്റ് മാറ്റേഴ്സിലൊക്കെ നമ്മുടെ ഈച്ച പോയിരിക്കും. ആ ഈച്ച വന്ന് നമ്മുടെ ഫുഡിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, അത് നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ ആ ഒരു രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്താണ്. അപ്പൊ ഈച്ച നമ്മൾ കാണുന്ന പോലെ ചില്ലറക്കാരനല്ല, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണ്. ഈച്ച വഴി പകരുന്ന അസുഖങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കോളറ ഈച്ച വഴി പകരാറുണ്ട്. ദെൻ ഡയറിയ, വയറിളക്കം
അല്ലെ, ഓൾറെഡി ഡയറിയ വന്ന ഒരാളുടെ ഫീക്കൽ മാറ്റേഴ്സിലേക്കൊക്കെ പോയിട്ട് ഈ ഈച്ച ഇരിക്കും. അവിടുന്ന് വന്നിട്ട് നേരെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഇരുന്ന് ആ രോഗാണുക്കളെ നമുക്ക് അങ്ങ് തരും. അങ്ങനെയുള്ള ആളാണ് നമ്മുടെ ഈച്ച എന്ന് പറയുന്നത്. അപ്പൊ ഈച്ച പകർത്തുന്ന രോഗങ്ങളാണ് കോളറ, ഡയറിയ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനി അതേപോലെ അടുത്ത ആളാണ് നമ്മുടെ കൊതുക് എന്ന് പറയുന്നത്. ത്രൂ മോസ്കിറ്റോ, കൊതുകിലൂടെ നമുക്കിങ്ങനെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് പകർന്നു വരാറുണ്ട് അല്ലെ. ഇപ്പൊ രോഗം വന്ന ആളുടെ ദേഹത്ത് പോയി അയാളിൽ നിന്ന് കടിച്ച ആ ബ്ലഡ് എടുത്ത് ആ കൊതുക് നേരെ നമ്മളെ വന്ന് കടിക്കുന്ന സമയത്ത് ആ കീടുകണുക്കൾ നേരെ എങ്ങനെ എത്തി, നമ്മുടെ ശരീരത്തിലേക്ക് എത്തി. അങ്ങനെ പകരുന്ന കൊതുകിലൂടെ പകരുന്ന കുറെ രോഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാ നോക്കിക്കേ. ഫിലാരിയാസിസ്, മന്ത് അല്ലെ. ഇതവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട് മിസ്. കാലിങ്ങനെ തടിച്ചു വന്നിട്ടുള്ള ഒരു അസുഖമാണ് നമ്മുടെ മന്ത് എന്ന് പറയുന്നത്. അത് കൊതുക് വഴി നമുക്ക് വേറൊരാൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്താണ് നമ്മുടെ മലേറിയ അല്ലെങ്കിൽ നമ്മുടെ മലമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡെങ്കി ഫീവർ ആണ്, ഡെങ്കിപ്പനി അല്ലെ. ആൻഡ് നെക്സ്റ്റ് വൺ ചിക്കൻ ഗുനിയ അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത്. ഈ അസുഖങ്ങളെല്ലാം നമുക്ക് പകരുന്നത് എങ്ങനെയാണ്? കൊതുകിലൂടെയാണ്. ആ രോഗമുള്ള ആളെ കടിച്ച കൊതുക് നമ്മളെ വന്ന് കടിക്കുന്ന സമയത്ത് നമുക്ക് ആ രോഗാണുക്കളെ കിട്ടുകയോ ഇതേ അസുഖം നമുക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ കൊതുകിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതൊക്കെ എഴുതും? ഫിലാരിയാസിസ്, മന്ത്, മലേറിയ, മലമ്പനി, ഡെങ്കി ഫീവർ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇതെല്ലാം കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ കൊതുകൊക്കെ നമ്മളെ വന്ന് കടിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ അതിനെ അടിച്ചു കൊല്ലണം അല്ലെ, അല്ലെങ്കിൽ അത് നേരെ അടുത്ത ആളെ പോയിരുന്നിട്ട് അയാൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കും. അപ്പൊ കൊതുകും ഈച്ചയൊന്നും നമ്മൾ കാണുന്ന പോലെ ചെറിയ ചെറിയ ആളുകളാണെങ്കിൽ അവർ വലിയ വലിയ അസുഖങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ആളുകളാണ്. അപ്പൊ അവരെല്ലാം നമ്മൾ സൂക്ഷിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ത്രൂ കോണ്ടാക്ട്, സമ്പർക്ക മുഖേന. നമ്മൾ രോഗമുള്ള ആളുടെ അടുത്തൊക്കെ പോയിരുന്ന് അവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന സമയത്ത് ചില രോഗങ്ങൾ അവരിൽ നിന്ന് നമ്മളിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ രോഗങ്ങളും അങ്ങനെ സമ്പർക്കത്തിലൂടെ പകരുന്നതല്ല. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ നമ്മുടെ കൺജക്റ്റിവിറ്റീസ്, ചെങ്കണ്ണ് അല്ലെ. കണ്ണിങ്ങനെ ചോത്ത് വരുന്ന ഒരു അസുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ണിൽ അസുഖം എന്നൊക്കെ നമ്മൾ പറയൂലേ, ചെങ്കണ്ണ്. അപ്പൊ അത് വരുന്ന സമയത്ത് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം, ഈ ചിത്രത്തിൽ കാണിച്ച പോലെ ഇങ്ങനെ വെള്ളം വരാറുണ്ട്. അപ്പൊ ആ വെള്ളം നമ്മുടെ കയ്യിലായി നമ്മളത് നമ്മുടെ കണ്ണിലാക്കുന്ന സമയത്ത് അസുഖം നമുക്ക് വരും. അങ്ങനെ കോണ്ടാക്റ്റിലൂടെ, സമ്പർക്കത്തിലൂടെ പകരുന്ന ഒരു അസുഖമാണ് നമ്മുടെ കൺജക്റ്റിവൈറ്റീസ് അഥവാ ചെങ്കണ്ണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലെപ്രസി ആണ് അഥവാ കുഷ്ഠം. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളൊക്കെ ക്ഷയിച്ച് ഇങ്ങനെ പൊട്ടി പോകുന്ന ഒരു അസുഖമാണ് നമ്മുടെ കുഷ്ഠം എന്ന് പറയുന്നത്. അതും നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ, രോഗം വന്ന ആളെ നമ്മൾ തൊട്ടും പരിപാലിച്ചും ഒക്കെ നമ്മുടെ അവരിൽ നിന്നുള്ള സ്രവങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തി അങ്ങനെയൊക്കെ പകരുന്ന അസുഖങ്ങളാണ് ഇത് നമ്മുടെ ലെപ്രസി, കൺജക്റ്റിവിറ്റീസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുടെ അടുത്ത് നിന്നൊക്കെ കുറച്ച് എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുക. അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സമ്പർക്കം ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അല്ലെ. നമ്മൾ പേടിയല്ല, കരുതലാണ് ആവശ്യം എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനത്തെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേബിൾ കാണാം. മോഡ് ഓഫ് ട്രാൻസ്മിഷനും ഡിസീസസ് ട്രാൻസ്മിറ്റഡ്, എങ്ങനെയൊക്കെയാണ് രോഗം പകരുന്ന രീതികളും ഏതൊക്കെ രോഗങ്ങളാണ് പകരുന്നത് എന്നുള്ള ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ നമുക്ക് ജസ്റ്റ് അത് നോക്കാം. നോക്കിക്കേ. ത്രൂ എയർ, വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് കോമൺ കോൾഡ്, ചിക്കൻ പോക്സ്, മീസിൽസ്, ട്യൂബർകുലോസിസ്, ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ത്രൂ ഫുഡ് ആൻഡ് എയർ, വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്നതാണ് റാറ്റ് ഫീവർ, എലിപ്പനി, ടൈഫോയിഡ്, കോളറ, ജോണ്ടസ്, മഞ്ഞപ്പിത്തം. ഇത്രയും രോഗങ്ങൾ. നെക്സ്റ്റ് വൺ ത്രൂ ഹൗസ് ഫ്ലൈ, ഈച്ച മുഖേന പകരുന്നതാണ് കോളറ, ഡയറിയ, കോളറയും വയറിളക്കവും. നെക്സ്റ്റ് വൺ ആണ് ത്രൂ മോസ്കിറ്റോ, കൊതുകിലൂടെ പകരുന്നതാണ് ഫിലാരിയാസിസ്, മന്ത്, മലേറിയ, മലമ്പനി, ഡെങ്കി ഫീവർ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇതെല്ലാം കൊതുക് വഴി പരക്കുന്നതാണ്. ലാസ്റ്റ് വൺ ത്രൂ കോണ്ടാക്ട്, സമ്പർക്കം മുഖേന പകരുന്നതാണ് കൺജക്റ്റിവിറ്റീസ്, ചെങ്കണ്ണ്, ലെപ്രസി, കുഷ്ഠം. മനസ്സിലായോ? പകരുന്ന രീതികളും പകരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ചാപ്റ്ററിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അപ്പൊ എല്ലാവർക്കും താങ്ക്